Hello viewers, Namaste, welcome back to my new video. I am Ganga. Now, in this video, stock performance. That is, our software intraday strategy based intraday trading. We have stock correct time buy sell signals pick so software automatically signals we confirm trade manually broker platform. Our software live market work you can contact the video description box contact details office visit contact example video stock example live contact software automatic signals signal notification message sound message trade confirm simple open Tata Chemical ആണ് ഞാൻ അതിന്റെ കൂട്ടത്തിൽ L&T കാണിച്ചിട്ട് L&T രണ്ട് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മേഖല വരുന്ന മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ ടാറ്റാ കെമിക്കലിന്റെ മാർക്കറ്റ് റേറ്റ് ഏറ്റവും മേഖല വരുന്നത് 965 ഈ ഗ്രീൻ കളറിൽ വരുന്ന നമുക്ക് ബൈ ചെയ്യാനുള്ളത് റെഡ് വരുന്ന സെല്ലിന്റെ ഇൻഡിക്കേഷൻ അതായത് സോഫ്റ്റ് നമുക്ക് സിഗ്നൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് കാണിച്ചു തരും വരുമ്പോൾ തന്നെ അലർട്ട് നോട്ടിഫിക്കേഷൻ വരും സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന സിഗ്നൽ എടുക്കാം ബൈ സിഗ്നൽ വന്ന് അത് കൺഫേം ആണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ആരോ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി ബൈ സിഗ്നൽ വന്ന ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ താഴത്തെ ഇതുപോലെ പ്രൈസ് ബൈ സോൺ തന്നെ എഴുതി കാണിക്കണം സെക്കൻഡ് കൺഫർമേഷൻ ആരോട് താഴത്തെ ഈ ബാറുകളില്ല ഞാൻ കുറച്ചുകൂടെ വലുതായി കാണിക്കാം ഈ ഓരോ ക്യാൻഡിലുമാണ് താഴെ ഓരോ ബാർ ഫോം ചെയ്യുന്നത് സിഗ്നൽ വരുമ്പോൾ താഴത്തെ ഒറ്റ ബാറേ കാണുള്ളൂ അതെന്തായിരിക്കണം സിഗ്നലിൻ്റെ ഫേവറിലായിരിക്കണം ബൈ ആണെങ്കിൽ ഗ്രീൻ ആയിരിക്കണം ഇൻ കേസ് ഗ്രീൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്യാൻഡിൽ ശേഷം ഗ്രീൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ബൈ സിഗ്നൽ വന്ന് താഴെ പ്രൈസ് ബൈ സോൺ ആണ് പക്ഷേ ബാർ കൺഫർമേഷൻ ഇല്ല അപ്പോൾ നമ്മൾ നോക്കണ്ട ഇപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഈ ബൈ വന്നിരിക്കുന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇതാണ് റെസിസ്റ്റൻസ് ലെവൽ റെഡ് സ്റ്റാറുകൾ പോലെ കാണുന്നതാണ് റെസിസ്റ്റൻസ് ലെവൽ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് വരുന്ന എൻട്രീസിന് താഴത്തെ ബാർ വേണമെന്നില്ല നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാവുന്നതാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ 90% മാർക്കറ്റ് അവിടെ നിന്ന് കയറുമെന്നാണ് അപ്പോൾ താഴത്തെ ബാർ ഇല്ലെങ്കിലും പ്രൈസ് ബൈസ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റ് റേറ്റിൽ എൻട്രി എടുക്കുക സിഗ്നൽ വരുമ്പോൾ തന്നെ എൻട്രി പോയിന്റ് ഏറ്റവും മേഖല താഴത്തെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ എല്ലാം ഡിസ്പ്ലേ വരും നമ്മൾ കൺഫേം ആണെന്ന് നോക്കിയ ശേഷം ട്രേഡ് എടുക്കുക സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ് പിന്നെ ഇതിൽ റീ എൻട്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ റീ എൻട്രി കാണിക്കുന്നുണ്ട് ഇതല്ലാതെ സേഫായിട്ട് റീ എൻട്രി എടുക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ ബൈ ചെയ്ത് ഈ ഒരു ഏരിയ വന്നപ്പോൾ നമ്മൾ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്തു പിന്നെ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് പോയിട്ട് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ലെവൽ കണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാറുണ്ട് അതായത് ബ്രേക്ക് ഔട്ടിൽ നമുക്ക് റീ എൻട്രി എടുക്കാം അതാണ് കുറച്ചുകൂടെ സേഫ് എന്ന് പറഞ്ഞത് ഇവിടെ രണ്ടാമത് മാർക്കറ്റ് ലെവലിൽ ഈ ഒരു സ്റ്റോക്കിന് നമുക്ക് എഗെയിൻ ബൈ ചെയ്തിടാവേ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചു തരും എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഡെമോൺസ്ട്രേഷൻ നമ്മളിത് പറഞ്ഞു തരും ഇതിൽ തന്നെ നിങ്ങൾക്ക് സ്വിങ് ചെയ്യണമെങ്കിൽ സിംഗിളോട്ട് മാറ്റാം സ്കാൽപ്പിംഗ് ആണെങ്കിൽ അതിൽ ചെയ്യാം ഞാനിപ്പോൾ പ്യുവർ ഇൻട്രാഡേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ സിഗ്നൽ പിക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നു വൈസ് വേഴ്സസ് സെല്ലാണെങ്കിൽ താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽസോൺ ആണെങ്കിൽ നമുക്ക് സെല്ലും ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചത് ടാറ്റാ കെമിക്കൽ ഇപ്പോൾ L&T നോക്കുകയാണെങ്കിൽ L&T രാവിലെ ഒരു സെല്ല് വന്ന് നല്ല രീതിയിൽ ഇറങ്ങി പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഒരു ബൈയാണ് വന്നിരിക്കുന്നത് ആ ബൈ എന്ന് പറയുമ്പോഴത്തേക്കും താഴത്തെ ബാറില്ല പക്ഷെ നമുക്ക് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ വെച്ച് നമുക്കൊരു താഴത്തെ ബാറ് വന്ന് ഇപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എന്താ സൈഡ് വേ ഇൻഡിക്കേഷൻ ഉണ്ട് നമുക്ക് നോർമൽ ക്യാൻഡിൽ വരുന്ന റെഡും ഗ്രീനും ആ റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ സൈഡ് വേസ് അപ്പോൾ സൈഡ് വേസ് നമ്മൾ എടുക്കുമ്പോഴായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് വേണം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സേഫ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സൈഡ് വേസ് മാർക്കിൽ നിന്ന് കറക്റ്റ് ക്യാൻഡിൽ കളർ വരുമ്പോൾ എൻട്രി ചെയ്യുക ഇപ്പം വേണമെങ്കിൽ എൻട്രി ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടെ സേഫ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻറ്റ് ലെവൽസിനെ ബ്രേക്ക് ചെയ്ത് കയറാമെങ്കിൽ അവിടെ നമുക്ക് എൻട്രി എടുക്കുന്ന കുറച്ചുകൂടെ സൈഡ് വേസ് മാർക്കറ്റിലൊക്കെ അങ്ങനെ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് എന്താണ് റിസ്ക് ഒഴിവായി കിട്ടും അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഫുള്ളായിട്ട് പഠിക്കാനും കാണാനും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ താങ്ക് യു